ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 7 ഡോക്ടർമാർ വേണ്ട ആശുപത്രിയിൽ 4 ഡോക്ടർമാരുടെ തസ്തിക മാത്രമാണ് നിലവിലുള്ളത്. 500-ന് മുകളിൽ രോഗികൾ എത്തുന്ന സർക്കാർ ആശുപത്രിക്കാണ് ഈ ദുർഗതി. ഉപ്പുതറ സർക്കാർ ആശുപത്രി ഹൈറേഞ്ചിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആശുപത്രിയാണ്. 75 വയസ്സ് പൂർത്തിയാകുന്ന ആശുപത്രിയിൽ ഇന്നും ആവശ്യത്തിന് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും തസ്തികയില്ല. ഹൈറേഞ്ചിലെ അമ്മ CHC ആയിട്ടും ഇന്നും വലിയ പ്രതിസന്ധിയിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. സാധാരണ CHCകളിൽ 7 ഡോക്ടർമാരുടെ തസ്തികയാണ് വേണ്ടത്. എന്നാൽ ഇന്നും PHSയുടെ തസ്തിക മാത്രമാണ് ഉപ്പുതറ CHC ഉള്ളത്. 500-നും 600-നും മുകളിൽ രോഗികളെത്തുന്ന ആശുപത്രികളിൽ 3 അസിസ്റ്റന്റ് സർജന്മാരുടെയും 1 സിവിൽ സർജന്റെയും 3 നഴ്സുമാരുടെയും തസ്തികയാണ് ഉള്ളത്. ഇത് തീരെ അപര്യാപ്തമാണ്. അതിനാൽ കൂടുതൽ തസ്തിക സൃഷ്ടിച്ചാൽ മാത്രമേ ആശുപത്രി പൂർണ്ണമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. 20 വീതം കിടക്കകളുള്ള സ്ത്രീ പുരുഷ വാർഡുകൾ ഉണ്ടെങ്കിലും IP ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കടമ്പകൾ കടക്കാറുണ്ട്. കാരണം നമുക്കിവിടെ കാഷ്വാലിറ്റി സൗകര്യം നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ആശുപത്രി ലൈവാണ്. വൈകുന്നേരം 6 മണിക്ക് ശേഷം പിറ്റേ ദിവസം 9 മണി വരെയുള്ള 15 മണിക്കൂർ സമയത്ത് ആശുപത്രിയിൽ ഡോക്ടർ സേവനമില്ല. രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സാധിക്കുന്നില്ല. കാഷ്വാലിറ്റി സംവിധാനമില്ല. കാരണം നമുക്കറിയാം, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, അറക്കുളം, ഏലപ്പാറ തുടങ്ങിയ 5ഓളം പഞ്ചായത്തിൽപ്പെട്ട 50ഓളം കുടികളിൽപ്പെട്ട 50ഓളം കുടികളിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ കൂട്ടിക്കിടക്കുന്ന പീരിമറ്റിക്കുമിലെ തൊഴിലാളികൾ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ വൈകുന്നേരം സേവനം ലഭിക്കുന്നില്ല. കാരണം ആശുപത്രി ഇവിടെ PHC ആയ സമയത്തുള്ള സ്റ്റാഫ് പാറ്റേണാണ് ഇപ്പോഴും ഉള്ളത്. അതായത് 4 PSC ഡോക്ടർമാർ ആണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. പക്ഷേ നിലവിൽ ഒരു CHC ആയി കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആയി കഴിഞ്ഞാൽ 7 പോസ്റ്റാണ് വേണ്ടത്. ആ പോസ്റ്റുകൾ വർദ്ധിപ്പിച്ച് അത് 3 ഡോക്ടർമാരെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4 പേരെ വെച്ചിട്ടുണ്ട്. 7 പേരെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ സ്റ്റാഫ് നേഴ്സിൻ്റെ പാറ്റേൺ 5 ഉയർത്തുക, നേഴ്സിംഗ് അസിസ്റ്റന്മാർ പാറ്റേൺ ഉയർത്തുക. അതുപോലെ ഫാർമസിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് നടക്കുന്നത്. ഫാർമസിസ്റ്റിൻ്റെ എണ്ണവും 2 വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ആശുപത്രി ഒരു താലൂക്ക് ആശുപത്രി ഗുണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മുൻപിരുന്ന ആശുപത്രി ഭരണസമിതിയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും വീഴ്ചയാണ് തസ്തികയുടെ കുറവ് പരിഹരിക്കാൻ കഴിയാതിരുന്നത്. ബ്ലോക്കിന്റെ ചാർജുള്ള സിവിൽ സർജൻ ബ്ലോക്കിൻ മുഴുവൻ കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും നോക്കണം, മീറ്റിംഗുകളിൽ പങ്കെടുക്കണം, ഒരു ഡോക്ടർ ക്യാമ്പുകൾക്ക് പോകണം. ഒരാൾ അവധി കൂടി എടുത്താൽ 600-ഓളം രോഗികളെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ മാത്രമാവും ആശുപത്രിയിൽ ഉണ്ടാവുക. നിലവിലുള്ളവർ ആശുപത്രിയെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കുന്നതിനാൽ ആരോഗ്യ രംഗത്ത് പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അടിയന്തരമായി ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും തസ്തിക സൃഷ്ടിച്ച് ആശുപത്രി പ്രവർത്തനം മികച്ച നിലയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.